പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹീലിംഗ് പ്രേയേഴ്സ് 2-ൽ നിന്ന് ഉള്ള ഈ പ്രാർത്ഥനയിലേക്ക് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് SSLC +1 പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക്, +2 പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക്, മറ്റ് ഡിഗ്രി, PG, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് തയ്യാറാകുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന 6 തിരുവചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും മക്കൾക്ക് SSLCക്ക് ഫുൾ A+ കിട്ടാൻ ഈ പ്രാർത്ഥന, ഈ ദൈവവചനം അവരെ സഹായിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് ഭയം കൂടാതെ, സംശയം കൂടാതെ, വിഷമങ്ങൾ കൂടാതെ കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും കിട്ടുന്നതിനും, പ്രത്യേകമായി പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരാനും, ശരിയായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഹായമാകുന്ന ഈ വചനം മറക്കാതെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ച് കൊടുക്കുക. അവർക്കു വേണ്ടി നിങ്ങളും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. മക്കളുടെ നിയോഗം വെച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പരീക്ഷ തീരുന്നിടം വരെ ഈ പ്രാർത്ഥന ആവർത്തിച്ച്, ഈ തിരുവചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലിയ ശക്തിയാണ് ദൈവവചനത്തിന്. ദൈവവചനം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ്. പഠിക്കുന്നതൊന്നും മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾക്ക്, പഠിച്ചതൊന്നും ഓർമ്മയിലിരിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ഈ ദൈവവചനം നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷയുടെ സമയത്ത് പോലും പഠിക്കാൻ താല്പര്യമില്ലാതെ ഗെയിം കളിയിലും മറ്റ് കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏർപ്പെട്ട് നമ്മുടെ മക്കളിൽ ചിലർ സമയം പാഴാക്കുന്നുണ്ട്, അലസരായി കഴിയുന്നുണ്ട്, കൂട്ടുകാരൊത്ത് നടന്ന് സമയം പാഴാക്കുന്നുണ്ട്. അവർക്കു വേണ്ടി മാതാപിതാക്കൾ തന്നെ ഈ തിരുവചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. അവരുടെ പരീക്ഷയിലുടനീളം അവർ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവായ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നിങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടായിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ തിരുവചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ തിരുവചനം യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കർത്താവേ, എല്ലാവർക്കും ഉദാരമായി അവിടുന്ന് നൽകുന്നവനാണ്. ഞങ്ങളുടെ മക്കൾ SSLC പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക്, +1 +2 പരീക്ഷ എഴുതുന്ന മക്കൾക്ക്, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പരീക്ഷ എഴുതുന്ന മക്കൾക്ക്, ഡിഗ്രി, PG മറ്റ് എക്സാംസ് എഴുതുന്നവർക്ക് നിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ജ്ഞാനം കുറവുള്ളവർക്ക് നിൻ്റെ ജ്ഞാനവും അറിവും നൽകി ഈ വചനത്തിൻ്റെ യോഗ്യതയാലെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. കർത്താവേ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്ന എല്ലാ ഭീരുത്വത്തിൻ്റെ ദുരാത്മാക്കളെ അവരിൽ നിന്ന് ദൂരീകരിച്ച് നിൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ നൽകി, ബുദ്ധിയുടെ പരിശുദ്ധാത്മാവിനെ നൽകി നീ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. SSLC പരീക്ഷ എഴുതുന്നവർക്ക്, ഇന്ന് +1 പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാം കർത്താവേ വലിയ കൃപ കൊടുക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷ എത്ര
കഠിനമാണെന്ന് തോന്നിയാലും നിനക്കെല്ലാം സാധ്യമാണ്. ഈ വചനത്തിൻ്റെ യോഗ്യതയാലെ നീ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3ഉം 4ഉം തിരുവചനങ്ങൾ ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 26ഉം 27ഉം വാക്യങ്ങൾ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവായ ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ നിറച്ച് സകല ഭയവും വിഷമങ്ങളും വേദനകളും നിരാശയും എടുത്തുമാറ്റി, ദുഃഖം എടുത്തുമാറ്റി, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലെ അവർ പഠിച്ചതെല്ലാം ഓർക്കുന്നതിനും കൃത്യമായി ഉത്തരങ്ങൾ എഴുതുന്നതിനും ഞങ്ങളുടെ മക്കളുടെ മേൽ നീ കനിവ് തോന്നണമേ. കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, SSLC +1 +2 പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾക്ക്, പ്രൊഫഷണൽ കോഴ്സുകളുടെ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷ നല്ലതുപോലെ എഴുതാൻ എല്ലാ സഹായവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവർ എഴുതുന്ന പരീക്ഷകളിലെല്ലാം ഫുൾ A+ വാങ്ങാൻ തക്കവണ്ണം ശരിയായ ഉത്തരം എഴുതാൻ കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 5-ാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. 6-ാമത്തേതും അവസാനത്തേതുമായ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ മക്കളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. അവർ നല്ലതുപോലെ പഠിക്കുന്നതിനും പഠിച്ചതെല്ലാം വ്യക്തമായി നല്ലതുപോലെ ശരിയായി എഴുതുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയത്നവും മാതാപിതാക്കളായ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അത് നല്ല ഫലമണിയാൻ നീ കൃപ കൊടുക്കണമേ. ഇപ്പോൾ പരീക്ഷയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേകം നീ ശക്തി കൊടുത്ത് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞ് തെറ്റുകൂടാതെ എല്ലാ പരീക്ഷയും എഴുതുന്നതിന്, തെറ്റുകൂടാതെ ശരിയായ ഉത്തരം അതാത് ചോദ്യങ്ങൾക്ക് എഴുതുന്നതിന് കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ആ പരീക്ഷാ ഹാളിൽ നീ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കരം പിടിച്ച് നീ എഴുതിക്കണമേ. ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൂരസ്ഥരും വിദൂരസ്ഥരുമായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുദ്ധമേഖലയിലുള്ള എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗം കാരണം, മറ്റ് അസ്വസ്ഥതകൾ കാരണം, മറ്റു പ്രശ്നങ്ങൾ കാരണം പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണ് അവരുടെ കർത്താവും നാഥനും രക്ഷകനും. അവർക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ നീ തന്നെ അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പരീക്ഷ എഴുതാൻ കഴിയാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഈ വർഷത്തെ ദൈവമേ, അങ്ങേക്ക് അത് നികത്താൻ സാധിക്കുമല്ലോ. നിൻ്റെ വിജയം ഈ മക്കൾക്കുണ്ടാകണമേ. നിൻ്റെ സഹായം ഈ മക്കൾക്കുണ്ടാകണമേ. വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം നൽകി എല്ലാ തടസ്സങ്ങളെയും മാറ്റി പരീക്ഷ എഴുതാൻ ഈ കുഞ്ഞുങ്ങളെയും നീ കൃപയൊരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ കരം പിടിച്ച് നീ അവരുടെ പരീക്ഷ എഴുതി
ഉന്നത വിജയം നൽകി ഫുൾ A+ നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, SSLC +1 +2 പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ, പ്രൊഫഷണൽ കോഴ്സിൻ്റെ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ, ഡിഗ്രി PG പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ നിൻ്റെ കാരുണ്യം ചൊരിഞ്ഞ് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ രക്ഷിച്ച് അവർക്ക് ഭയം കൂടാതെ ധൈര്യത്തോടെ എഴുതാനുള്ള വിജ്ഞാനവും വിവേകവും ബുദ്ധിയും ശക്തിയും ഓർമ്മശക്തിയും ആത്മനിയന്ത്രണവും ആത്മശക്തിയും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നീല മേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം പരീക്ഷ എഴുതുന്ന SSLC പരീക്ഷ എഴുതുന്ന +1 +2 പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. ഓരോ പരീക്ഷയിലും അവരുടെ കൂടെയിരുന്ന് കരം പിടിച്ച് അവരെഴുതി ഫുൾ A+ വാങ്ങാൻ നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന, ഈ തിരുവചനം, ഈ 6 തിരുവചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. സാധിക്കുന്ന മക്കളും ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇതിന് ഫലമുണ്ടാകും. നിങ്ങൾ വിശ്വാസത്തോടെ പോകുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പൂർണ്ണ വിജയം, ഉന്നത വിജയം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പ്രാർത്ഥന മറ്റ് പരീക്ഷ എഴുതുന്ന SSLC +1 +2 മറ്റു കോഴ്സുകളുടെ പരീക്ഷകൾ എഴുതുന്ന ഓരോരുത്തർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നത വിജയം ലഭിക്കാൻ ഈ തിരുവചനങ്ങൾ അവരെ സഹായിക്കും. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കാണ് കൂടുതൽ അനുഗ്രഹപ്പെടുന്നത്, നമ്മുടെ മക്കൾക്കാണ് അത് കൂടുതൽ അനുഗ്രഹപ്രദമാകുന്നത്. അതിനാൽ ഇത് ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ദൈവാനുഗ്രഹം കൂടുതലായി ഉണ്ടാകും. അതിനാൽ ഈ പ്രാർത്ഥന കഴിയുന്ന അത്രയും മറ്റ് സ്റ്റുഡൻസിന് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും SSLC +2 +1 പരീക്ഷ എഴുതുന്ന, ഡിഗ്രി PG മറ്റു പ്രൊഫഷണൽ കോഴ്സിൻ്റെ പരീക്ഷ എഴുതുന്ന നമ്മുടെ മക്കളുടെ മേൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.